ഹലോ ഗായ്സ്, വെൽക്കം ടു 19 സ്റ്റാർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു BR സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ BR ഒരു സ്കോറായി പുഷ് ചെയ്യാൻ തുടങ്ങുന്നേ. അതുകൊണ്ട് നമ്മളിപ്പോൾ BR ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എയറോപ്ലെയിനാണ്. എയറോപ്ലെയിനിന് നമ്മളിപ്പോൾ ഇവിടെ ഈ വീടിന് ഒറ്റക്കുള്ളൊരു വീടാണ് വിചാരിച്ചാണ്ട് ചേടി. പക്ഷെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞാൽ കുറേ വീടുണ്ടായിരുന്നു അവിടെ നിന്ന്. അങ്ങനെ ഞാൻ ഇവിടെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഗായ്സ്, ഞാൻ ഇവിടെ ഒരു ഗണ്ണിൻ്റെ അടുത്ത് തന്നെ, ഗണ്ണിൻ്റെ നേരെ താഴെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എനിക്ക് ആവശ്യം ഒരു ലോങ് റേഞ്ചറും വേണം, അതേപോലെ ഒരു മീഡിയം റേഞ്ചറും വേണം. ഷോർട്ട് റേഞ്ചും മീഡിയം കൂടിയ തോക്കും വേണം. അങ്ങനെ നേരെ കയറി ചെന്നൊരു മിനി ഗണ്ണിൻ്റെ അടുത്താണ്. അങ്ങനെ ആ ഗണ്ണെടുത്ത് സെറ്റാക്കി. അപ്പോൾ അതിന് മേലൊക്കെ നോക്കിയപ്പോൾ 3 ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ബാക്കിൽ നിന്ന് എടുത്തേനെ. അപ്പോൾ തന്നെ എനിക്ക് ഗണ്ണ് കിട്ടി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ബാക്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഓന് P90 ഒക്കെ പിടിച്ചുകൊണ്ട് വരുന്നത്. ലാസ്റ്റ് ഓനക്കൊരു 110ൻ്റെ ഹെഡും കൊടുത്തു. അങ്ങനെ ഓനെ ഫിനിഷ് ആക്കി. അങ്ങനെ ഓൻ്റെ കയ്യിലുള്ള P90 നമുക്ക് കിട്ടി. P90 ഒരു മീഡിയം റേഞ്ചർ അല്ലേ ഗൈസ്? ആണ് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ P90 എടുത്തു. പിന്നെ എനിക്കൊരു വാണ്ടിയ ലോങ് റേഞ്ചറാണ്. വുഡ് പക്കറോ SKS ഏത് കണ്ണാലും കുഴപ്പമില്ല. അപ്പോഴാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ UMP കണ്ടത്. UMP എടുത്തു. P90 അവിടെ വെച്ചുകൊണ്ട് UMP എടുത്തു. UMP എടുത്തപ്പോൾ ബാക്കിൽ നിന്ന് അവിടുന്ന് വെടിയപ്പിൻ്റെ ശബ്ദം കേട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ആരും എഴുന്നേ. ഞാൻ കുറേ തപ്പി. അപ്പോൾ മനസ്സിലായി അവിടുന്നാണെന്ന്. പെട്ടെന്ന് അവിടെ പഠിക്കാനെ കയറിയിരുന്നു. പിന്നെ നോക്കിയപ്പോൾ അവിടെ അടുത്ത് ഇറങ്ങണ്ടായിരുന്നു. അവനക്ക് 14 കുറച്ച് ഡാം കൊടുത്തിട്ടൊന്നും അത്ര ഡാം എടുത്തിട്ട് നമ്മളവനെ അടിച്ചു. 14 കയറിയത്. 14 ഒക്കെയാണ് കയറിയത്. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഓനെ എവിടെയെന്ന് ഞാൻ തപ്പിക്കൊണ്ട് നിൽക്കുന്ന നേരത്തെ എവിടെ ഓനെ കാണിയിരുന്നു. ലാസ്റ്റ് ഞാൻ അവിടെയൊക്കെ തപ്പി. ഓൻ ഇവിടെ എവിടെയായിട്ടാണ് വന്നിറങ്ങി. അവളെ വെടിയപ്പിൻ്റെ ശബ്ദം അവിടെ നിന്ന് അവിടേക്ക് നോക്കിയപ്പോൾ അവിടുന്നായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഓനെ അടിക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു അത് അവിടെ നിന്നെങ്കിൽ ഇക്കാരം വിചാരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വെടി വെച്ച് കൊടുത്തു. കാരണം ആരെങ്കിലും വരണമെങ്കിൽ വരട്ടെ, നല്ല നമുക്ക് കില്ല് കിട്ടുള്ളൂ. ഇപ്പം തന്നെ നമ്മളൊരു കില്ലായിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് എടുത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് മനസ്സിലായത് ഇവനാണ് നേരത്തെ ഇറങ്ങിയതെന്ന്. ഓനെ UMP ഏറ്റവും നോക്കാക്കി. പിന്നെ അപ്പോൾ ഓനവിടെ ഡെഡായി. സോളോ മാച്ച് കേട്ടോ ഗൈസ്, അത് ഞാൻ പറയാൻ പറഞ്ഞു. അതിൻ്റെ ഈ ടച്ചൊക്കെ പോയി. പിന്നെയും തിരിച്ച് കിട്ടി. അതാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചിന്. ഈ ലൂട്ട് ബോക്സ് എടുക്കാൻ നോക്കണേ. ഓൻ്റെ അടുത്ത് VSS ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എടുക്കണ്ട വിചാരിച്ച് ലാസ്റ്റ് എടുക്കണ്ട വിചാരിച്ച് ലാസ്റ്റ് എടുത്ത് പിന്നെ മാറ്റി. അത് വേണ്ട വിചാരിച്ചു. അങ്ങനെ ഒരു ഡ്രോണൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഇപ്പോൾ ഇവിടേക്ക് എൽമീസൊക്കെ വരുന്ന എനിക്ക് പെട്ടെന്ന് ടച്ച് അങ്ങോട്ട് പോവാണ് കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടിട്ടു. അതൊക്കെ നിങ്ങൾ ക്ഷമിച്ച് തരണം. കാരണം എൻ്റെ ഫോണിൻ്റെ ടച്ച് പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക്. അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ അപ്പം ഇങ്ങനെ ഓടുന്നത്? അതൊക്കെ ടച്ചിൻ്റെ പ്രശ്നമാണ്. അതൊക്കെ ഒന്ന് റെഡിയാക്കണേ. ഇപ്പോൾ ടച്ച് റെഡിയായി. ഞാൻ അടിയിൽ നിന്ന് ആരോ വരും വിചാരിച്ചു. ഞാൻ ഇവിടെ ലൂട്ടിനാണ് വന്നിരുന്നത്. ഇവിടെ ഒരു പരാഫില്ലുണ്ടായിരുന്നു, എനിക്ക് ആവശ്യമായിരുന്നു. പിന്നെ ഈ ജനാലിൻ്റെ ഉള്ളിൽ കൂടി നോക്കിയപ്പോൾ ആ പെരൻ്റെ ഉള്ളിൽ ആരോ ഉള്ള മതി തോന്നി. ഓനത് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഓനക്കെല്ലാം ഡാമും കൊടുത്ത് ഓനവിടെ ഫിനിഷ് ആക്കി. അപ്പോൾ എനിക്ക് അവിടുന്ന് ഒരു അടി വരുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോൾ അതിൻ്റെ മേലെ നിന്നായിരുന്നു അടി വരുന്നത്. ഞാൻ ഇവിടെ ഗ്ലൂ ആയിട്ട് എന്നിട്ട് ഇവിടെ വന്നു. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ട് ഞാൻ ഇവിടെ മെഡിക്കറ്റ് അടിച്ചപ്പോൾ ആരോ വരുന്ന ഒച്ച എനിക്ക് കേട്ടു. ആരോ നടന്നു വരുന്ന ഒച്ച കേട്ടു. ഞാൻ വിചാരിച്ചു പുറത്തുകൂടി ഇക്കാരം വരുമെന്ന്. ഞാൻ നോക്കി, ആരും കണ്ടില്ല. അപ്പോഴാണ് മനസ്സിലായി ഉള്ളിൽ കൂടിയാണ് വരുന്നത് ഓന്. പിന്നെ ഓനെ അടിച്ചിട്ടു. ഓൻ്റെ അടുത്ത് ഏതാ ഗണ്ണ് എന്നാവും എനിക്ക് കിട്ടണമായിരുന്നു. ഞാൻ ഗണ്ണ് പോയപ്പോൾ വുഡ് പക്കർ ഉണ്ടായിരുന്നു. ഞാൻ വുഡ് പക്കർ എടുത്തു. അങ്ങനെ നമുക്ക്
UMP മുടിപ്പക്കുറുമായി. അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു ലോങ് റേഞ്ചറും അതേമാതിരി ഒരു മീഡിയം റേഞ്ചറും ഒക്കെ നമുക്ക് കിട്ടി. അപ്പോൾ അതിന് ഇവിടെ ഒരുത്തൻ കയറി തന്നെയാണ് ഓനെ UMP ഏറ്റവും കുത്തി പിടിച്ച് അങ്ങനെ ഓനെ ഫിനിഷാക്കി റെഡിയായി. ഞാനെല്ലാം റെഡിയാക്കി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ആരുമില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എല്ലാവരും എങ്ങനെയും വേറെ എവിടേക്കും പോയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ഞാൻ ലോങ്ങിൽ നിന്ന് ആരെങ്കിലും വരൂലേ എന്നൊക്കെ വിചാരിച്ച് ബാക്കൊക്കെ നോക്കിയാണ്ട് പോണത്. ആരുമില്ലായിരുന്നു. അപ്പോഴൊരുത്തൻ അവിടുന്ന് ഇങ്ങനെ ഓടി തന്നെ ഞാൻ കണ്ടു. ഓനെ ഫിനിഷ് ചെയ്തു. അങ്ങനെ നമുക്കിപ്പോൾ നമുക്ക് 6 കില്ലായിട്ടുണ്ട്. ഇനി 25 പേരുണ്ട്. അതിൽ ഒരാൾ ഞാനാണ്. അതുകൊണ്ട് 24 ആളുകളും കൂടി ഉണ്ട്. ഓരൊക്കെ നമുക്ക് ഫിനിഷ് ആക്കണം. ഇവിടെ മഷ്റൂം ഉണ്ടായിരുന്നു, കഴിക്കേണ്ട ആവശ്യം വന്നില്ല. പിന്നെ ഓട്ടോമാറ്റിക്കലി കയറിയിരുന്നു. പിന്നെ ഇവിടെ ആരും ഇല്ലായിരുന്നു. ഞാൻ ഇവിടെയൊക്കെ ആൾക്കാരുണ്ടാവും വിചാരിച്ച് കണ്ട് വന്നു. പക്ഷെ ഇവിടെ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടേക്ക് നോക്കിയപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു. ഈ വീടിൻ്റെ ഉള്ളിലൊക്കെ ക്യാമ്പ് അടിച്ചേക്കണല്ലോ. പക്ഷേ എവിടുന്നോ ഒരു കാൽപ്പാടത്തിൻ്റെ ഒച്ചയൊക്കെയുണ്ടായിരുന്നു. ആരോ ഓടി തന്നെ വെച്ചാൽ. പിന്നെ ഈ കണ്ണെന്താ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലായി അത് മറ്റേ ഗ്ലോള് പൊട്ടിക്കണ കണ്ണാണെന്ന് എനിക്ക് ആവശ്യമായിരുന്നു. പക്ഷെ ഞാൻ എവിടുന്നോ ഇതിൻ്റെ ഒച്ച കെട്ടിന്ന് ആരോ ഓടി തന്നെ. പക്ഷെ എനിക്ക് അയാളെ കാണാൻ പറ്റില്ല. ലാസ്റ്റ് ഈ വീടിൻ്റെ ഉള്ളിലൊക്കെ തപ്പി അവിടെയും കാണാൻ പറ്റില്ല. പിന്നെ ലൂട്ടൊക്കെ സെറ്റാക്കി. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കാര്യം സെറ്റാണ്, എല്ലാം ഉണ്ട്. ഇപ്പം നമ്മളെ അടുത്ത് എല്ലാം സെറ്റാണ്. നമ്മുടെ ബാഗും ഫുള്ളായി. 10 മെഡിക്കിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഡ്രോപ്പ് വീഴുന്നു. നമ്മൾ ഡ്രോപ്പിൻ്റെ ആരെങ്കിലും ഉണ്ടോ വിചാരിച്ചു. പക്ഷെ ആരും ഇല്ലായിരുന്നേ. ഡ്രോപ്പ് ആരും എടുക്കണ കണ്ടില്ല. ഞാൻ പിന്നെ ഇതിൽ കൂടെ ഇങ്ങനെ പോവായിരുന്നു. ഇതിൽ ബൂയ അടിക്കണം, അതാണ് ലക്ഷ്യം. ഞാൻ നേരത്തെ ടച്ചായപ്പോൾ വിചാരിച്ചു ബൂയ അടിക്കാൻ പറ്റുകയെന്ന്. ഇവിടെയാണ് ഒക്കെ ആൾക്കാർ കൂടുതലും ഇറങ്ങിയിരിക്കുന്നത് തോന്നുന്നുണ്ട്. ഞാൻ സേഫ് സോണും പിടിച്ചുകൊണ്ടാണ് പോണത്. സോണാണെങ്കിൽ ബാക്കിൽ തന്നെ വന്നുകൊണ്ട് നിൽക്കുകയാണേ. ഒന്ന് സ്റ്റോപ്പായാൽ പോയി ഓഞ്ഞോ. സോൺ അവിടെ സ്റ്റോപ്പായിപ്പോൾ. അപ്പോൾ നമുക്ക് ഇനി സേഫ് സോണിൽ കയറാം. ഞാൻ ഇതിൽ കൂടി പോകുമ്പോൾ ഇതിൽ കൂടെയാണ് ഞാൻ പോണത്. കാരണം ഇപ്പോൾ ചെറിയ സോണായി, അതുകൊണ്ട് ഇനി നല്ല എൽമീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ വിചാരിച്ചാണ് ഞാൻ വുഡ്പക്കർ എടുത്തപ്പോൾ അവിടെ ഒരു കാറുണ്ടായിരുന്നു. എനിക്ക് തോന്നി ആ ഡ്രോപ്പ് എടുക്കുന്നുണ്ടെന്ന് കാറ്. ഞാൻ ആ ഡ്രോപ്പ് കണ്ടുകൊണ്ടാണ് വന്നത്. ഡ്രോപ്പ് ആരും എടുക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഓൻ അവിടെ ഉണ്ടായിരുന്നു. ഓനെ ഡാം എടുത്തു. പക്ഷെ ഓൻ ഗ്ലൂവാളിട്ട് മൂടി. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇവിടുന്ന് സൂം ചെയ്തൊക്കെ നോക്കി ക്യാമറ ഇട്ടു. അപ്പോൾ ഇതിനെന്താ അങ്ങോട്ട് ഓടിപ്പോണേ. ഓനക്കിപ്പോൾ ഏകദേശം നല്ല ഡാം ഇട്ടിട്ടുണ്ട്. ഒന്ന് തൊട്ടാൽ മതി. അവന് നല്ല ഡാം ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഒരു 48 കൂടി കയറി. എനിക്ക് 2 ചിപ്പെങ്കിലും ഉണ്ടാവുള്ളൂ. അത്രയും ഡാമ ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ ഇതിന് മെഡിക്കറ്റൊക്കെ അടിച്ചോ അവിടുന്ന് ഓടിപ്പോവാണേ. ഞാൻ കുറേ നോക്കി, ലാസ്റ്റ് അവനെ കിട്ടാത്തതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി, താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതിന് സോണ് പിന്നെയും മൂവ് ചെയ്യാൻ തുടങ്ങി. ഇനി അടുത്ത സേഫ് സോണിലേക്ക് ഇറങ്ങണം. ഇനി ഞാൻ ഇവിടെ നിന്നു. ഓൻ പോയില്ലേ. അപ്പോൾ ഉണ്ടായിരുന്നു ആ മരത്തിൻ്റെ ബാക്കിൽ. ഓനെ സോണിയ പവറിലാക്കി. അങ്ങനെ ഓനും ഫിനിഷായി. അങ്ങനെ നമുക്ക് 7 കില്ലായിട്ടുണ്ട്. ഒരു 10 ഇല്ലെങ്കിൽ ഈ കളി നമ്മൾ എടുക്കണം. അതാണ്.
അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇതൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇതിന് ജോൺ വന്നു. പിന്നെ ഞാൻ ഇതിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇതിൽ കൂടി ഇങ്ങനെ ഓടിയിരുന്നു. അപ്പോൾ ഒരു പൊരാൻ ഫൈറ്റ് മോനെ. അവിടെ പറയണേ എൻ്റെ മോനെ പറയേണ്ട ആവശ്യമാണ് കൂട്ടത്തല്ല. അപ്പം ഞാൻ അവിടെ ഒരു റെഡ് ഷർട്ട് ഉണ്ട്. ഞാൻ വിചാരിച്ചു മഷ്റൂം പോലെ. അപ്പോഴാണ് മനസ്സിലായി ഇതിൽ ഗണ്ണിൻ്റെ മറ്റേ എയിമിൽ ചുവപ്പ് കളർ കാണിച്ചപ്പോൾ മനസ്സിലായി എൽമിയാണെന്ന്. പിന്നെ ഇവിടെ കൂട്ടത്തല്ലായിരുന്നു. അതാ വരിവാരിയായി പോകുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഇതിൽ കൂടി കയറി ഈ കൂട്ടത്തല്ലിൽ കണ്ട് ഇടപെട്ടു. പിന്നെ ഇവിടെ പെട്ടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ആരും കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് നല്ല ഡാം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു വുഡ് പക്കറായിട്ട് ഒരു അടിയും കൂടിയും കൊടുത്തപ്പോൾ അവിടെ ആ എൽമിയും കൂടി അവിടെ ഡെഡായി. നമുക്കങ്ങനെ 9 കില്ലായി. ഇനി 1 കില്ലും കൂടി എടുത്താൽ 10 കില്ലോ. പിന്നെ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ഓന് കംപ്ലീറ്റ് ആക്കി. അങ്ങനെ 10 കില്ലായി. അപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ഓനക്ക് ഡാം എടുത്തെങ്കിലും ഡാം എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആ മരത്തിൻ്റെ ബാക്കിൽ നിന്നാണ് അടിക്കായിരുന്നു. അപ്പോൾ അവിടെ എൽമി ഉണ്ടായിരുന്നു. അവിടുന്ന് അടിക്കുക വിചാരിച്ചാണ് ഞാൻ ഇതിൻ്റെ ഇവിടെ തന്നെ വന്നു. ഇവിടെ വന്ന് കണ്ട് UMP കൈ പിടിച്ചിങ്ങനെ. കാരണം ഇവിടെ നല്ല കൂട്ടത്തല്ലാണ്. എപ്പോഴാണ് ചാവുക പറയാൻ പറ്റില്ല. ഇനി 3 പേരും കൂടി ഇനിയും കൂടിയും കൂട്ടിക്കാണ്ട് 4 പേരാണ്. അങ്ങനെ ഇനി നമുക്ക് 4 പേരുണ്ടായില്ല. ഇനിയും കൂടിയും കൂട്ടിക്കാണ്ടാണ് 4 പേര്. അപ്പോൾ 3 പേരും കൂടി നമ്മൾ ഇതാക്കിയാൽ നമുക്ക് വിന്നാകാൻ പറ്റും. അപ്പോൾ ഇതിന് വേറെ ഒരു എൽമി വേറെ തന്നെ കഴിച്ചു. അപ്പോൾ ഇനി 3 ആൾക്കാരും കൂടി ഉണ്ട്. ഞാനും വേറെ 2 എൽമീസും കൂടി ഉണ്ട്. അങ്ങനെ ഒരുത്തനെയും കൂടി തീർത്തു. അങ്ങനെ 1v1 സിറ്റുവേഷനാണ്. 2 ആൾക്കാരാണ് അതിൽ. ഒന്ന് ഞാനും പിന്നെ എൽമിയാണ്. അങ്ങനെ 1v1 സിറ്റുവേഷന്. അപ്പോൾ എല്ലാവരും ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ. പിന്നെ BR ആണോ നമ്മൾ കുറേ കളിക്കേണ്ടി, അല്ലെങ്കിൽ ക്ലാഷ് കോഡോ അല്ല CS റാങ്ക് ആണോ കളിക്കേണ്ടി എന്ന് പറയാം. അപ്പോൾ ഇതിന് ഓരോ ഉണ്ടായിരുന്നു. അവനക്ക് ഇത് കൊടുത്തുകൊണ്ട് നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.